ഹായ് ഓൾ, ദിസ് ഇസ് തേഴ്സ്ഡേ മോർണിംഗ് വീഡിയോ. ഇന്ന് നമ്മൾ ട്രെയിനിൽ ചെറിയൊരു യാത്ര പോവാണ്. കണ്ണൂർക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത 187 പേർക്കും എൻ്റെ ബിഗ് താങ്ക് യു. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ ട്രെയിൻ ഇറങ്ങി നേരെ ഹോട്ടൽ റെയിൻബോയിൽ പോയി റൂം ബുക്ക് ചെയ്തു. ഈ പ്രാവശ്യം നമ്മൾ ട്രിപ്പിന് പോയപ്പം നേരത്തെ കൂട്ടി റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ എങ്കിലും ഹോട്ടൽ റെയിൻബോ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ലഗേജൊക്കെ വെച്ച് കുളിച്ച് ഫ്രഷായി നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അപ്പോഴേക്കും ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉദയൻസിലേക്കാണ് നേരെ പോയത്. അവിടെ ചെന്ന് നല്ലൊരു ഊണ് കഴിച്ചു. നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചെമ്മീനും മീൻ വറുത്തതും കൂന്തലൊക്കെ ആയിരുന്നു. പിന്നെ അവർ ഊണിൻ്റെ കൂടെ കഞ്ഞിവെള്ളമൊക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ പായസം വേണ്ടവർക്ക് പായസവും അവരൊരു കപ്പിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഊണ് അത്യാവശ്യം നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഓട്ടോയിൽ നമ്മുടെ ഹോട്ടലിലേക്ക് തിരികെ എത്തി. പിന്നെ ഒരു ഉച്ചമയക്കമൊക്കെ പാസ്സാക്കി വൈകുന്നേരം ആയപ്പോൾ നമ്മളവിടെ അടുത്തുള്ളൊരു ബീച്ചിലേക്ക് പോയി. അവിടെ കല്ലുമ്മക്കായ നിറച്ചതുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊന്നും ഇതത്ര കിട്ടലില്ല. പക്ഷേ ഇതെനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമല്ല. കാരണം കല്ലുമ്മക്കായുടെ ഫ്ലേവർ കുറവും മൈദയുടെ കണ്ടൻറ്റ് കൂടുതലുമായിരിക്കും. എല്ലായിടത്തും അങ്ങനെയാണോ എന്നറിയില്ല. കഴിച്ച 1-2 സ്ഥലത്ത് അത് തന്നെയായിരുന്നു ടേസ്റ്റ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് സൗദി ഷവായിലേക്കായിരുന്നു. നമ്മൾ കണ്ണൂർക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തത് തന്നെ 3 ഫുഡ് സ്പോട്ടുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലൊന്ന് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഉദയൻസും, പിന്നെ സൗദി ഷവായും അറഫ ഹോട്ടലും. സൗദി ഷവായിൽ നിന്ന് നമ്മൾ ഷവായും ഒരു റൈസും വാങ്ങി. ഫുഡൊക്കെ വാങ്ങി നമ്മൾ നേരെ റൂമിലെത്തി. സൗദി ഷവായിലെ ഷവായി എന്ത് പൊന്നു, എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. അതിൻ്റെ ഒപ്പം ഒരു റൈസും ഉണ്ടായിരുന്നു. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഞങ്ങളങ്ങനെ മനസ്സ് നിറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നന്നായി കിടന്നുറങ്ങി. രാവിലെ ആണെങ്കിൽ ഹോട്ടലിൻ്റെ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. പൂരി, കിഴങ്ങ് കറി, കടല, നൂലപ്പം, കട്ട് ഫ്രൂട്ട്സ് അതൊക്കെയായിരുന്നു. നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങി. എല്ലാം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് ചുറ്റുവട്ടങ്ങളിൽ തന്നെയായിരുന്നു കേട്ടോ ഈ വരുന്ന ഹോട്ടൽസ് ആയാലും ഷോപ്പിംഗ് കോംപ്ലക്സ് ആയാലും എല്ലാവരും. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു ഉച്ചയാവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരികെ റൂമിലേക്ക് വന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. നേരെ നമ്മൾ അർഫ ഹോട്ടലിലേക്ക് നടന്നു. ഈ ഹോട്ടൽ ഒരു മാർക്കറ്റിൻ്റെ അകത്താണ് കേട്ടോ. നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. ഹോട്ടലിലും നല്ല തിരക്കായിരുന്നു. പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് 2 സീറ്റ് അപ്പം തന്നെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ആദ്യം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് കല്ലുമ്മക്കായ ബിരിയാണി ആയിരുന്നു. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റായിരുന്നു. കല്ലുമ്മക്കായുടെ മസാലയും ആ ഒരു ഫ്ലേവറും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അവരുടെ ചമ്മന്തിയും സാലഡും എല്ലാം കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ അതിന് ശേഷം ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയൊക്കെ ട്രൈ ചെയ്തു. എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞ് നമ്മൾ നേരെ ട്രെയിൻ പിടിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയി.